എൻ്റെ പേര് ടെസ്സി. ഞാൻ പുത്തൻപിടിയിൽ നിന്ന് വരുന്നു. എനിക്ക് പീരീഡ്സ് നിന്നിട്ട് 2 വർഷമായി. പിന്നെ ആദ്യം ഈ ജനുവരി ലാസ്റ്റിൽ മറുപടിയും കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു വയറ്റിലൊരു തടിപ്പുണ്ട്, യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഫെബ്രുവരി 1 മാസത്തേക്കുള്ള ഗുളിക കഴിച്ച് നോക്കാൻ പറഞ്ഞു. 1 മാസത്തേക്കുള്ള ഗുളിക കഴിച്ചിട്ട് ആ തടിപ്പ് എടുത്ത് ബയോസിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് ഗുളിക കഴിച്ചിട്ട് പിന്നെ സ്കാൻ എടുത്ത് നോക്കിയപ്പോഴും പിന്നെ ആ തടിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെടുത്ത് കളയന്നെ വേണം എന്നാൽ എന്താന്നൊക്കെ ചോദിച്ച് എന്നോട് പറഞ്ഞയച്ചു. പിന്നെ അവർ 2 മാസത്തേക്കുള്ള ഗുളിക തന്നു പറഞ്ഞയച്ചു. ഞാൻ ആ ദിവസം തൊട്ട് 33 ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണ അന്നദവെള്ളം ദിവസേന നേരം വെളുക്കുമ്പോൾ ഏറ്റ് പല്ല് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ അന്നദവെള്ളം കുടിക്കും. പിന്നെ ഞാൻ ഉപ്പും വെള്ളമാണ് കൂട്ടാനിലും ചോറിലും ഒക്കെ ഉപയോഗിക്കണത്. ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ എൻ്റെ യൂട്രസ് എടുക്കാനായിട്ട് നീ അനുവദിക്കരുത്, നീ അൽഹുറയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പോയി സ്കാൻ എടുത്തു, ഒരു കുഴപ്പമില്ല, തടിപ്പ് കാണാനില്ല. നല്ലൊരു കൈയടി കൊടുത്തേക്കണ്ടോ. ഭൂതോച്ചാണ വസ്തുക്കൾ ഉപയോഗിച്ച് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹം. ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ കാര്യം ആരെങ്കിലും വേണമെങ്കിൽ നോട്ട് ചെയ്തോട്ടോ. ഒരുപാട് പ്രാവശ്യം കർത്താവ് തന്നിട്ടുള്ളൊരു സന്ദേശമാണ്. നിങ്ങൾ 33 വിശ്വാസ പ്രമാണം ചൊല്ലി 33 ദിവസം പ്രാർത്ഥിക്കുക. ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും മാറിക്കിട്ടും. അച്ഛനും വലിയ പേഴ്സണലായിട്ട് വ്യക്തി ജീവിതത്തിൽ എനിക്കും നല്ല അനുഭവമുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ഇങ്ങനെ 33 വിശ്വാസ പ്രമാണം ഈശോയുടെ വയസ്സിൻ്റെ സ്തുതിക്കായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുക. അങ്ങനെ എത്ര ദിവസം ചെല്ലണം? 33 ദിവസം ചെല്ലുക. ഒരു 3 നിയോഗം മനസ്സിൽ വെച്ച് ചെല്ലി നോക്കി ഈ ചേച്ചി ചെയ്തതുപോലെ. എന്നിട്ട് നമ്മൾ ഭൂതോച്ചാരണ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ മാറിക്കിട്ടാണെങ്കിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു നോക്കിയാൽ അത് മാറിക്കിട്ടും.